ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാരാസ് റെസിപ്പീസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്ത് കാണിക്കുന്നത് ബീഫ് ഹലീമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യാമെന്ന്. അപ്പോൾ അതിനേക്ക് ആവശ്യമായിട്ട് നമ്മൾക്ക് 1 കപ്പ് നമ്മളുടെ മുഴുവൻ ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 കപ്പ് ബാർലി എടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് കഴുകിയിട്ട് അത് നമ്മൾക്ക് ഒരു രാത്രി മുഴുവൻ അത് കുതിരാൻ വേണ്ടി വെക്കണം. അപ്പോൾ നന്നായിട്ട് അതൊന്ന് കഴുകിയെടുക്കാം. ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി അത് നെകയ്ക്ക് വെള്ളമെടുത്ത് ഒഴിച്ചിട്ട് നമ്മൾക്കതൊന്ന് കുതിരാൻ വേണ്ടി വെക്കണം. അതിലേക്ക് നമ്മളുടെ എന്താ പറയുക, ഒരു 1/2 സ്പൂണോളം നമ്മുടെ സോഡ ചേർക്കുന്നുണ്ട്. ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതൊന്ന് ഒരു രാത്രി മുഴുവൻ നമുക്കതൊന്ന് കുതിരാൻ വെക്കാം. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ വെച്ചിട്ട് നമ്മൾ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സ്പൂൺ നമ്മളുടെ മൈസൂർ പരിപ്പും ഒരു 3 സ്പൂൺ ചെറുവയറ്റിൻ്റെ പരിപ്പും ചേർക്കുന്നുണ്ട്. 3 സ്പൂൺ നമ്മളുടെ ഉഴുന്നും പരിപ്പും, അതുപോലെ ഒരു 3 സ്പൂണോളം നമ്മളുടെ അരിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടി ഇതും അതേപോലെ തന്നെ നമുക്ക് കഴുകിയിട്ടൊന്ന് കുതിർത്താൻ വെക്കണം. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇനി കഴുകി അതും നമ്മൾ ബാർലിയും ഗോതമ്പും വെച്ച പോലെ തന്നെ അതും നമുക്ക് രാത്രി മുഴുവൻ ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം. അപ്പോൾ അത് ഒരു രാത്രി മുഴുവൻ വെക്കണം കേട്ടോ. ഇപ്പം നാളെയാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ രാത്രി നമ്മൾ ഇതെല്ലാം കുതിർത്തി വെക്കുക. ഗോതമ്പ്, ബാർലിയും അതേപോലെ പരിപ്പുകളും എല്ലാം കൂടി. ഇനി നമുക്ക് അതിനൊരു മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണോളം നമ്മളുടെ പെരിഞ്ചീരകം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 8 നമ്മുടെ ഏലക്കായും, ഒരു 10-12 ഗ്രാമ്പും, കുറച്ച് ജീരകം, അതായത് ഒരു 3 ടീസ്പൂണോളം നമ്മുടെ മുഴുവൻ മല്ലിയും, 1 ഇഞ്ച് വെച്ചുള്ള 4 കഷ്ണം നമ്മുടെ പട്ട എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് പൗഡറാക്കി എടുക്കാം മിക്സിയിലിട്ട്. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം നമ്മുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, എരിവുള്ള മുളക് പൊടി. അതുപോലെ ഒരു 4 ടീസ്പൂണോളം നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറും, 1 ടേബിൾ സ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയും, 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നമ്മുടെ സിട്രിക് ആസിഡ് ഇല്ലേ, അതും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് അതവിടെ ഇളക്കി വെക്കുന്നുണ്ട്. അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. 2 ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല ടേബിൾ സ്പൂണും. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂണോളം നമ്മളുടെ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് സവോള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറൊക്കെ ആവണ വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് 1 കിലോ ആണ് നമ്മൾ ബീഫ് എടുത്തേക്കുന്നത് കേട്ടോ. ഇത്രയും സാധനങ്ങൾക്ക് നമ്മൾ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ട് അത് രണ്ടും കൂടെ എല്ലായിട്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളിയും നെയ്യും ബീഫും കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. വലിയ പീസായിട്ടാണ് കേട്ടോ എടുക്കണം. ഇനി അതിലേക്ക് നമ്മളുടെ എന്താ പറയുക, നമ്മൾ പൊടിച്ചു വെച്ചേക്കണ മസാല ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു 2 ടീസ്പൂണോളം നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. അത് ഇറച്ചി നമ്മൾ ഇത്ര വലിയ പീസായിട്ട് എടുക്കാൻ കാരണം നമുക്കിത് വെന്ത് കഴിഞ്ഞിട്ട് അത് നമുക്ക് ഇതളാക്കി എടുക്കാനുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്ത് വേവിക്കാൻ വെക്കുന്നത്. ഇനി അതൊരു 40-45 മിനിറ്റോളം നമ്മൾക്ക് വേവിക്കാനായിട്ട് വെക്കണം. അപ്പം നെകയ്ക്ക് വെള്ളം വെച്ചിട്ടാണ്, അതായത് ഒരു 9-10 ഗ്ലാസോളം വെള്ളം വെച്ചിട്ടാണ് ഇവിടെ നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പം നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം.
ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ടിട്ട് നമ്മൾ മസാലയിൽ ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇറച്ചിയിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ, അപ്പം അതുകൊണ്ട് ഉപ്പ് അവിടെ ഇരുന്നൊരു നന്നായിട്ട് വേവണം. ഇത് നന്നായി വെന്ത് കിട്ടണം. അപ്പോൾ ഒരു 40-45 മിനിറ്റ് നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അല്ല, ഇതേപോലെ ഇത്ര വലിയ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തേക്കണത്. ഇനി നമുക്ക് ഒരു കടായിലോട്ട് നമ്മളുടെ കുതിർത്ത് വെച്ചിരുന്നില്ലേ പരിപ്പും മറ്റേ ഗോതമ്പ് ബാർലി എല്ലാം, അപ്പം അതെല്ലാം കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് വേവിച്ചെടുക്കണം നന്നായിട്ട്. ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളമാണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഒരു നെകക്കിയ വെള്ളം ചേർത്ത് കൊടുക്കണം. അതായത് 3/4 ലിറ്ററോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് വെന്ത് സ്മാഷ് ആയിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല, വെറും വെള്ളവും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടാവുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് അതൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് അത് സോഫ്റ്റ് ആവണം കേട്ടോ. നല്ല നമ്മുടെ ആ പരിപ്പും ഗോതമ്പും പയറൊന്നും കാണുന്നത് അതേപോലെ നന്നായിട്ട് നമുക്കത് സ്മാഷ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ അതിൻ്റെ ബീഫിടെ മറ്റേ വേവിച്ചില്ല, ആ വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇതേപോലെ നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്ക് ഇതേപോലെ ഇതളാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് കുറേ ഇങ്ങനെ ഇതളായിട്ട് പിടിച്ചെടുക്കണം അതിൽ നിന്ന്. പിന്നെ നമുക്ക് കുറച്ച് ആ വെള്ളം ഈ പരിപ്പിൻ്റെ നമ്മളുടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതായിട്ട് സ്മാഷ് ആക്കി എടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി അതൊന്ന് സ്മാഷ് ആക്കി എടുക്കണം. അപ്പോൾ കുറച്ച് അതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത് ചെയ്തെടുത്താലും മതി, നമ്മുടെ മിക്സിയിലിട്ട് എടുത്താലും കുഴപ്പമില്ല. നന്നായിട്ടൊന്ന് അരച്ച് എടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മളുടെ എന്താ പറയുക സ്മാഷറൊക്കെ ഉണ്ടാവുമല്ലോ, അതോ അല്ലെങ്കിൽ ബ്ലെൻഡർ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മളുടെ നന്നായിട്ട് ഉടച്ചിതാ നല്ല ഇതാക്കി എന്താ പറയുക നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നമ്മൾ ഇതളാക്കി വെച്ചിരുന്ന നമ്മളുടെ ബീഫ് ഉണ്ടല്ലോ, അതായത് വിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിന് ആ ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്തോട്ട്. എന്നിട്ട് നന്നായിട്ട് ഇനി അത് ഈ ബീഫും ഇതിൽ കിടന്നിട്ട് നന്നായിട്ട് സ്മാഷ് ആവണം. അതായത് ബീഫിൻ്റെ നമ്മൾ കാണരുത്, അതുപോലെ സ്മാഷ് ആവണവരെ നന്നായിട്ട് ഇളക്കി ഇരിക്കണം. 10-35-40 മിനിറ്റോളം അത് നന്നായിട്ട് ഇളക്കണം. അപ്പോഴേ അത് എന്താ പറയുക നല്ല സ്മൂത്തായിട്ടും പിന്നെ നമ്മളുടെ ബീഫൊന്നും നമ്മൾക്ക് വായിൽ വരാത്ത രീതിയിൽ നല്ല പേസ്റ്റ് പോലെ ആയിട്ട് കിട്ടണം. അപ്പോൾ നന്നായിട്ട് അത് ഇളക്കി എടുക്കണം. കുറച്ച് ക്ഷമ വേണം, പക്ഷെ ടേസ്റ്റാണ് സാധനം, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ അതാ ഇവിടെ നമ്മളുടെ നല്ല പേസ്റ്റ് പോലെ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക ചക്ക വരട്ടിയതൊക്കെ പോലെ അതേപോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മളുടെ ബീഫ് അലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിലേക്ക്
കുറച്ചുകൂടെ നെയ്യൊക്കെ വേണമെങ്കിൽ എല്ലാവരും നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കണം. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.